നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, ലോകത്തിൻ്റെ തന്നെ എണ്ണക്കുഴൽ എന്നറിയപ്പെടുന്ന ഹോർമുസ് ഇപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ എല്ലാ കണ്ണുകളും ഹോർമുസ് കടലിടുക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ അടുത്തൊരു ഏറ്റവും വലിയ ഉന്നത പദവി വഹിച്ചിരുന്ന ഒരാളെ, ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ മേധാവിയായിട്ടുള്ള അലി ലാരിജാനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇറാന്റെ പല ചുമതലകളും അദ്ദേഹമായിരുന്നു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഒരാളെ കൂടി നഷ്ടപ്പെടുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പകരം വീട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അതിലേറെ ശക്തമായിട്ടുള്ള പ്രതികാര നടപടികളുമായി ഇറാൻ മുൻപോട്ട് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അലി ജാനി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇറാൻ്റെ യുദ്ധതന്ത്രങ്ങളുടെ മുഴുവൻ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഒരുപക്ഷെ ഖമേനിയുടെ തിരോധാനം അല്ലെങ്കിൽ മരണം ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഒരു ഫിസിക്കൽ പ്രസൻസ് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവപ്പെടുന്നത് അലി ലാരിജാനിയുടെ മരണത്തോടു കൂടിയാണ്. കാരണം അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും യുദ്ധസംബന്ധമായത് നിശ്ചയിച്ചിരുന്നത്. മറ്റേത് ആത്മീയ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ പ്രധാനമാണ്, അവർക്കൊരു കോൺഫിഡൻസ് ആണ് എന്നതിനുപരി യുദ്ധപരമായ കാര്യങ്ങളിൽ എങ്ങോട്ട് പോകണം എന്ന് നിശ്ചയിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. അതാണ് അലി ലാരിജാനിക്കുള്ള പ്രത്യേകത. അദ്ദേഹത്തിന് ഈ യുദ്ധത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും ഏതാണ്ട് 1-2 മാസം മുമ്പേ തന്നെ ഡിസ്കസ് ചെയ്ത് അവിടെ ഉള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി തീരുമാനിച്ചു വച്ചിരുന്നു. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ ഒരാക്രമണം നടത്തും. ആ ആക്രമണം കടുത്തതായിരിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. ആ ആക്രമണത്തെ എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയും, എങ്ങനെ തങ്ങളുടെ നിലവിലുള്ള ലിമിറ്റഡ് പവർ ഫെസിലിറ്റീസ് വെച്ചിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. എക്സ്റ്റൻഷൻ ഓഫ് വാറാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് തലവേദനയായിരിക്കുന്നത്. ആ ഒരു തന്ത്രം ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. കാരണം അമേരിക്ക ഉദ്ദേശിച്ചിരുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നത് ഏതാണ്ട് ഒരു 10-15 പ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിടുകയും അയത്തുള്ള അലി ഖമേനിയെ വധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതോടെ രാഷ്ട്രം ഏതാണ്ട് സൈലൻ്റ് ആവും. ഒരു പുതിയ ഭരണമാറ്റത്തിന് അവിടെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ, അത് തനിയെ ഉയർന്നു വന്ന് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് ഒരു പുതിയ ഭരണകൂടത്തിനെ അവിടെ പെട്ടെന്ന് സ്ഥാപിക്കാൻ കഴിയുമെന്നാണ്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഈ 2 മരണങ്ങളും അവിടുത്തെ ഇറാനിയൻ ജനതയെ ഒരു ന്യൂനപക്ഷം ഒഴിച്ച് ബാക്കി മുഴുവൻ പേരെയും ഒന്നിപ്പിക്കുന്നതിനുള്ള ഒരു കാരണമാക്കി ഇറാനിയൻ ഒരു നാഷണലിസം അവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. തങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് അവരെ കൊണ്ടുപോകാനും കഴിഞ്ഞിരിക്കുന്നു. എന്നൊക്കെ പറഞ്ഞാലും ലാരിജാനിയുടെ മരണം ഒരു വലിയ നഷ്ടം തന്നെയാണ്. സ്ട്രാറ്റജിക്കലായിട്ട് അവർക്ക് ഒരുപാട് നിഗമനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ നിഗമനങ്ങൾ നടപ്പിലാക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ആ നിർണായക ബ്രെയിനെ തട്ടിയത്. പക്ഷേ അതുകൊണ്ടും അവസാനിക്കുന്നില്ല. മുജതബ അലി ഖമേനി വന്നതുപോലെ ഇപ്പോൾ ഇദ്ദേഹത്തിന് പകരവും അടുത്ത ആൾ ഉടൻ തന്നെ ചാർജ് എടുക്കും, അതിനടുത്ത ആളും ചാർജ് എടുക്കും. ആ വിധത്തിൽ അവിടെ ഒരു ഓർഡർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ ക്രമീകരണം പെട്ടെന്നൊന്നും ആർക്കും മാറ്റിമറിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു നീണ്ടു നിൽക്കുന്ന യുദ്ധമാക്കി കൊണ്ടുപോകാനാണ് ഇറാൻ ഇഷ്ടം. അതേസമയം അമേരിക്കയ്ക്കാണെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോയാൽ ഓരോ ദിവസവും മില്യൺസാണ്. ആ ഓരോ ദിവസവും നഷ്ടപ്പെടുന്ന മില്യൺസ് ഓഫ് ഡോളേഴ്സ്, അത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് $1 മില്യൺ അവരുടെ യുദ്ധ കോപ്പുകൾക്കായിട്ട് തന്നെ ചിലവാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിധത്തിൽ അത് ഒരു സൈഡ് മാത്രമാണ് നഷ്ടത്തിൻ്റെ. പിന്നെ സാമ്പത്തികമായ നഷ്ടം, പ്രൊഡക്റ്റീവായിട്ടുള്ള നഷ്ടം, എനർജി ലോസ്, ഇതെല്ലാം അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നതിനുള്ള ലോസ്, അതൊക്കെ വേറെയാണ്. അപ്പോൾ അമേരിക്ക മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഈ നടപടികൾ അവരെ വൈതരണിയിലാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആൾ ലാരിജാനിയാണ്.
അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി. ഇതിലിപ്പോ മുജ്തബ ഖമേനി എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോട് കൂടിയിട്ട് അദ്ദേഹം അവിടെ ജീവന് വേണ്ടി മല്ലിടുകയാണ്, റഷ്യയിലേക്ക് അദ്ദേഹത്തെ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണമില്ല, അതൊന്നും വ്യക്തമല്ല. കാരണം അവിടുന്ന് അങ്ങനെ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല. എങ്ങനെ പുറത്തു പോകും? വ്യോമമാർഗമോ അല്ലെങ്കിൽ കപ്പൽ മാർഗമോ ഒന്നും പോകാൻ കഴിയില്ല. പിന്നെ അന്തർവാഹിനികൾ ഏതെങ്കിലും ഉപയോഗിച്ചൊക്കെ പോകാൻ, അത് തന്നെ വളരെ ലിമിറ്റഡ് ഫെസിലിറ്റീസും ചാൻസസേ ഉള്ളൂ. പിന്നെ പറയാൻ പറ്റില്ല, ഏതെങ്കിലും വിധത്തിൽ ചില പിന്നെ കാമുഫ്ലാഷ് മെത്തേഡില്ലേ മറ്റൊരാളായിട്ട് ആൾമാറാട്ടം നടത്തിയോ ഇങ്ങനെ. പക്ഷെ അതിനൊന്നുമുള്ള ഹെൽത്ത് ഇപ്പം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പൊതുവെയുള്ള നിഗമനം. കാരണം അദ്ദേഹത്തിന് പരിക്ക് ഗുരുതരമാണ് എന്തായാലും എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇറാനിയൻ ടെലിവിഷനിൽ വന്ന് ഒരു പ്രഖ്യാപനമെങ്കിലും നടത്തുമായിരുന്നു. ആ പ്രഖ്യാപനം നടത്താത്തതുകൊണ്ട് തീർച്ചയായിട്ടും എന്തോ ഒരു പരിക്ക് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യൂറിങ് സ്റ്റേജിലാണ് അദ്ദേഹം എന്നുള്ളതാണ് പൊതുവെ ഇറാനിയൻസ് പുറത്തുവിടുന്ന ഒരു സന്ദേശം. ഇന്നിപ്പോൾ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു ഭാഗത്ത് ഇന്ന് അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു ആക്രമണം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ഇറാൻ്റെ ഒരു മിസൈൽ ശേഖരം തന്നെയാണ് അവരുടെ കരുത്ത് എന്ന് പറയുന്നത്. ഇപ്പോഴും പല രാജ്യങ്ങൾക്കും അറിയാത്ത അത്രയും മിസൈൽ ശേഖരം ഇറാൻ്റെ പല ഭൂമിക്കടിയിലും ഇപ്പോഴും ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഇതിനു മുൻപും യുദ്ധമൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചർച്ചയാവുന്നതാണ്. കാരണം എത്രയും വേഗത്തിൽ ഭൂമിക്കടിയിലേക്ക് പോയി അവിടെ എത്ര വലിയ പാറ കെട്ടുകളാണെങ്കിലും കോൺക്രീറ്റ് കെട്ടിടങ്ങളാണെങ്കിൽ തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ്. ഇന്നിപ്പോൾ ഏകദേശം 5000 പൗണ്ട് ഭാരമുള്ള ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപടി കൂടി മുന്നിൽ അല്ലെങ്കിൽ ഒരുപടി കൂടെ അടുത്ത് വെച്ച് ഒരു മാരകമായിട്ടുള്ള ആക്രമണം ഇന്ന് അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതും ഹോർമുസ് കടലിടുക്കിന്റെ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്ക് പിന്നെ സൗകര്യപ്രദമായ സഞ്ചാരപഥമാക്കി മാറ്റിയില്ലെങ്കിൽ ഈ യുദ്ധം നടത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാതാവും. കാരണം നമുക്കറിയാം, GCC രാഷ്ട്രങ്ങൾക്ക് പോലും അവരുടെ എണ്ണ ഉൽപ്പാദനം നടക്കണമെങ്കിലും അത് സുഗമമായി വിതരണം ചെയ്യണമെങ്കിലും ഈ കടലിടുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റ് പല ട്രാഫിക്കിനും ഈ കടലിടുക്ക് വളരെ നിർണായകമാണ്. അപ്പോൾ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇറാൻ ഇപ്പോൾ കയ്യിലാക്കി വെച്ചിരിക്കുന്നത്. അവിടുന്ന് അവരെ തുരത്തി ഓടിക്കണം. അതിന് നാറ്റോയുടെ സഹായം ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് ട്രംപ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരാരും ഇതിനകത്ത് വന്ന് തലവെക്കാൻ തയ്യാറല്ല, UK ആയാലും ഫ്രാൻസ് ആയാലും. അതുകൊണ്ട് അവരെയൊക്കെ ശക്തമായി അപലപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇത് നിങ്ങളുടെ ഒന്നും സഹായമില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണ് ഈ സാഹസങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ട് ഫലപ്രദമാകുമെന്ന് പറയാറായിട്ടില്ല. ആ പ്രദേശത്തിന് വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാനും ആ കടലിടുക്ക് പ്രദേശത്തേക്ക് യുദ്ധം കൂടുതൽ സജ്ജീകരിക്കാനുമേ സഹായിക്കുകയുള്ളൂ. ഇറാനെ കീഴടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ലാൻഡ് ഫോഴ്സ് അത്യാവശ്യമാണ്. ബൂട്ട് ഓൺ ഗ്രൗണ്ട് വന്നാൽ മാത്രമേ അവിടെ ഒരു റെജീം ചേഞ്ചോ അല്ലെങ്കിൽ അവരെ പറയുന്ന രീതിയിലുള്ള ഒരു ഭരണമാറ്റത്തിനുള്ള ശ്രമവും നടത്താൻ പറ്റുള്ളൂ. പക്ഷേ അതിപ്പം നടത്തി കഴിഞ്ഞാൽ വലിയ കാഷ്വാലിറ്റി അമേരിക്കൻ സേനയ്ക്ക് ഉണ്ടാകുമെന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങാത്തത്. അവർ മറ്റു പല മാർഗങ്ങളും നോക്കിയെങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല. ഒരുപാട് സൈനിക താവളങ്ങൾ തകർക്കാനൊക്കെ അവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാൻ്റെ ഒരു 60% അടുപ്പിച്ച് വരുന്ന ഭാഗങ്ങൾ വലിയ മലനിരകളും പാറക്കെട്ടുകളും അഗാധ ഗർത്തങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെയുള്ള ഗുഹകൾ മുഴുവൻ പൂർണ്ണമായും ഈ ഒരു ഒളിപ്പോരിന് വേണ്ടി വളരെ നാളുകളായി ഇറാൻ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മിസൈലുകളെല്ലാം അവിടെയാണുള്ളത്, ഡ്രോണുകൾ അവിടെയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും മിസൈലും ഡ്രോണും ഒക്കെ അവർക്ക് സ്റ്റോക്കുണ്ട്. അത് പെട്ടെന്ന് ഡ്രോണുകൾ പെട്ടെന്ന് നിർമ്മിക്കാനുള്ള സംവിധാനം ഇപ്പോഴും അവർക്കുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള ഡ്രോണുകൾ, $10,000 ഡ്രോണുകൾ അവരുടെ കൈവശമുണ്ട്. പക്ഷേ അത് $200 പിന്നെ പ്രതിരോധ ഉപകരണങ്ങളുണ്ടെങ്കിൽ പോലും ഈ $20 മിസൈലിനെ ഈ ഡ്രോണിനെ തകർക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാമ്പത്തികമായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില തന്ത്രങ്ങളാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയ്ക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടലിടുക്ക് പൂർണ്ണമായിട്ട് അവരുടെ കയ്യിലാകണമെങ്കിൽ അതിന് UAE അടക്കമുള്ള പിന്നെ സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണ കൂടെ വേണം. ആ പിന്തുണ നേരിട്ട് അവരിപ്പോൾ നൽകാൻ തയ്യാറല്ല. കാരണം അങ്ങനെയാണെങ്കിൽ വാർ എസ്കലേറ്റ് ചെയ്ത് അവരുടെ പല കേന്ദ്രങ്ങളിലേക്കും വരും.
എന്ന് ഖത്തറായാലും. ഇപ്പോഴും ഈ GCC രാജ്യങ്ങളൊന്നും അവരൊന്നും തിരിച്ചങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. അവരിതൊക്കെ പ്രതിരോധിക്കുന്നു എന്നല്ലാതെ അവരൊന്നിലോട്ടും അവരിതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതിയിലേക്ക് പോകുമെന്നുള്ളത്. അവരല്ല പ്രതിരോധിക്കുന്നത്, ശരിക്കും അമേരിക്കൻ സേനയാണ് പ്രതിരോധിക്കുന്നത്. അവരുടെ സ്ഥലങ്ങളിലെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ അവർ അമേരിക്കയെ കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയാണ് പ്രതിരോധം നടക്കുന്നത്. അപ്പോൾ 19ഓളം പിന്നെ US ബേസുകൾ അവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബേസുകളിൽ നിന്നൊക്കെ ശക്തമായ ആക്രമണം ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഈ ഹോർമോസ് കടലിടുക്ക് പിടിച്ചടക്കാൻ കഴിയുള്ളൂ. പക്ഷേ അത്തരം ഒരു ആക്രമണം നടത്തുന്നതിന് ഖത്തറായാലും UAE ആയാലും സൗദി ആയാലും ഒമാനായാലും ഒന്നും സമ്മതിക്കുന്നില്ല. കാരണം അത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുദ്ദേശിക്കാത്ത രീതിയിൽ ഇറാനിയൻ അറ്റാക്ക് വരികയും അവരുടെ എണ്ണപ്പാടങ്ങളടക്കമുള്ളവ തകർത്ത് കളയുമെന്നൊരു ഭയം അവർക്കുണ്ട്. പിന്നെ അത്തരത്തിൽ ഈ വാറിൻ്റെ ലക്ഷ്യം തന്നെ മാറിപ്പോവുകയും സർവനാശത്തിലേക്ക് പോകുന്ന GCC രാഷ്ട്രങ്ങളുടെ തന്നെ സർവനാശത്തിലേക്ക് പോകുന്നതും ലോകത്തിന് തന്നെ ഭവിഷ്യത്തുണ്ടാക്കുന്ന വിധത്തിലേക്ക് വന്ന് മാറുമോ എന്നും അവർക്ക് ഭയമുണ്ട്. ഹോർമോസ് കടലിടുക്ക് പിടിച്ചടക്കാത്തിടത്തോളം കാലം അമേരിക്കയുടെ ഈ യുദ്ധവിജയം പ്രഖ്യാപിക്കാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പോൾ ഫെബ്രുവരി 28 സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ മാർച്ച് 18, ഏകദേശം 3-ാം ആഴ്ചയിലേക്ക് യുദ്ധം കടക്കുകയാണ്. അന്ന് ട്രംപ് നമുക്കറിയാം തുടക്കത്തിൽ ഒരു മാധ്യമത്തിൽ നൽകിയൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് വെറും 4 ആഴ്ച. ആദ്യം പറഞ്ഞത് 100 hours ആണ്, 4 ദിവസം. അതെ, പിന്നീട് 4 ആഴ്ചയായി. അപ്പോൾ 4 ആഴ്ച അതിന് കുറച്ച് ദിവസങ്ങൾ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമുക്കിനി ഒരാഴ്ച മാത്രം, ഒരാഴ്ചയുടെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഇങ്ങനെ പോയാലും ഇപ്പോഴും ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ളൊരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇല്ല, അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ മനസ്സിലായി ഇവരെ പൂർണ്ണമായും കീഴടക്കുക അസാധ്യമാണ്. അതിന് ലാൻഡ് ഫോഴ്സ് ഇറങ്ങാതെ നടക്കില്ല എന്നറിയാം. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും വെച്ച് ട്രംപിന് ഇത് നിർത്തേണ്ടി വരും. അന്ന് ട്രംപ് ഒരു ന്യായം പറയും, ഞങ്ങൾ അവരെ അടിച്ച് തരിപ്പണമാക്കി, ഇനി ഞങ്ങൾ പിന്മാറുന്നു എന്നൊരു ന്യായം പറഞ്ഞ് നിൽക്കും. പക്ഷേ ഹോർമോസ് കടലിടുക്ക് ബ്ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും പ്രതിസന്ധിയാവും. ഒരു പക്ഷേ അതിനൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഈജിപ്ത് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതുപോലെയുള്ള GCC രാഷ്ട്രങ്ങളും പലരും മധ്യസ്ഥരെ വിട്ട് ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് അമേരിക്കയുടെ ഒരു വില്ലിങ്നെസ് വേണം. അമേരിക്ക അതിന് തയ്യാറാകും അവസാനം എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതൊരു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അന്ന് അയത്തുള്ള ഖമീനിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണം ആഘോഷിക്കുന്ന ഒരു വിഭാഗം, ഇറാനിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകളുടെ വീഡിയോസും ഫോട്ടോസും ചിത്രങ്ങളൊക്കെ തന്നെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന ആ വാർത്തകൾ ഇപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ വാർത്തകളൊന്നുമല്ല. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ, ഒരു പക്ഷേ അന്ന് ആഘോഷിച്ചവരും ഇന്ന് ഈ ഒരു യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടിക്കുമ്പോൾ അതിൽ മുറിവേൽക്കുന്നുണ്ടാവായിരിക്കും. ഇപ്പോൾ അത് കാണുന്നില്ല. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അവിടെയുള്ള എല്ലാ ജനങ്ങളും ഇപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാം തകർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതൊക്കെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വർഷങ്ങൾ നീണ്ട ഒരു പ്രക്രിയയാണ്. എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി. അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ച് എങ്ങനെയും ഒന്ന് അവസാനിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടായിരിക്കണല്ലേ? തീർച്ചയായിട്ടും ലോകം മുഴുവൻ അങ്ങനെ ആയി കഴിഞ്ഞു. കാരണം യുദ്ധം നേരിട്ട് അനുഭവിക്കുന്നില്ലെങ്കിലും ഇന്ത്യയിൽ നമുക്കറിയാം, പിന്നെ സമീപ ഭാവിയിൽ തന്നെ പെട്രോൾ അടക്കമുള്ളവയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്ന സമയത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഗ്യാസ് ഇപ്പം തന്നെ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ശ്രീലങ്കയിൽ നോക്കിയാൽ അറിയാം, മൈലുകൾ ദൂരത്തിനാണ് കാറും ഓട്ടോയും സ്കൂട്ടറും ഒക്കെ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയും പൊക്കൂടായില്ല. പക്ഷേ ഇന്ത്യ പലയിടത്തുനിന്നും റിസോഴ്സുകൾ ഇപ്പോൾ തന്നെ ശേഖരിച്ചു വയ്ക്കുന്നത് അതിനാണ്. അത്തരത്തിലുള്ളൊരു ബ്ലോക്ക് ഇന്ത്യക്ക് ഉണ്ടാകാതിരിക്കാനാണ്. അത് ഇന്ത്യ ഗവൺമെൻറ്റിനെ നമ്മളത് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം ആ വിധത്തിൽ പല രാഷ്ട്രങ്ങളെ സമീപിച്ചുകൊണ്ട്, റഷ്യ ആയാലും ഇറാനെ തന്നെ സമീപിച്ചുകൊണ്ടായാലും, കുറേ പിന്നെ ഗ്യാസ് വരുന്ന ഷിപ്പുകളായാലും പെട്രോളിയം വരുന്ന ഷിപ്പുകളായാലും കുറേയൊക്കെ മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വിജയം തന്നെയാണ്, നയതന്ത്ര വിജയം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോഴും ഒരു വിഭാഗം അതൊക്കെ അവരുടെ ഔദാര്യം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ ആ കടലിടുക്കിലൂടെ ഒരു നയതന്ത്ര വിജയത്തിന്റെ ഭാഗമായിട്ട് കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൽ അഭിമാനിക്കുന്നതിനുപരി ഒരു വിഭാഗം മാധ്യമങ്ങളാണെങ്കിലും ആളുകളാണെങ്കിലും അതൊക്കെ ഇറാന്റെ ഔദാര്യം, അതൊക്കെ നമ്മൾ കാല് പിടിച്ചു ട്രംപിന്റെ ഔദാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളുന്നത്. ഇറാന്റെ ഔദാര്യമാണെങ്കിൽ നമ്മൾ GCC രാഷ്ട്രങ്ങളെ ഇറാൻ ആക്രമിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇറാൻ ഔദാര്യമുണ്ടോ? ഇറാൻ ഒരു ഔദാര്യവുമില്ല. ഇറാന്റെ കൂടെ ശത്രുതയുള്ള ആരെയും വിട്ടുകൊടുക്കില്ല. അവർ പറയുന്നത് മിനിമം ഞങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളുടെ ഒരു വിരൽ അറക്കാമെങ്കിൽ ഒരു വിരലെങ്കിലും ഞങ്ങൾ അറുത്തിരിക്കുമെന്നാണ്. അത് അമേരിക്കയോടും ഇസ്രായേലിനോടും പറയുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ തലയറക്കും, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ വിരലെങ്കിലും അറുത്തിരിക്കും. അതാണ് അവരുടെ നയം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവൻ പോയാലും പ്രശ്നമില്ല. അവിടെ 10 ലക്ഷം സോൾജേഴ്സ് ഉണ്ട്.
അത് കൂട്ടിക്കൊണ്ടിരിക്കാനാണ് അവർ നോക്കുന്നത്. എണ്ണ ഇപ്പോൾ ഒരുപാട് കൂട്ടാനാണ് നോക്കുന്നത്. 6 ലക്ഷത്തിലധികം വരുന്ന ആർമിയും 4 ലക്ഷം വരുന്ന മിലിറ്ററിയും എല്ലാം കൂടെ ചേർന്ന് 10 ലക്ഷത്തോളം ആർമി ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. ആ കാലാൾപ്പട ഉൾപ്പെടെയുള്ളവ ചാവേർ പടകളാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ പറ്റില്ല. കാരണം നമ്മൾ ഏത് യുദ്ധത്തിൻ്റെയും ഒരു വിപത്തെന്ന് പറയുന്നത് അതിന് ശേഷം കുറേ ചാവേറുകൾ വരും, ചില തീവ്രവാദികൾ വരും. നിങ്ങൾക്കറിയാമെന്നറിയില്ല, മഹാഭാരത യുദ്ധത്തിൽ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു. അതാരെന്നറിയാമോ? അത് സാക്ഷാൽ നമ്മുടെ ഒരു സെക്കൻഡ് അത് വിട്ടുപോയി. അത് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ എടുക്കാതെ. മഹാഭാരത യുദ്ധത്തിൽ ഒരു തീവ്രവാദി ഉണ്ടായിരുന്നു. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം അത് അശ്വത്ഥമായിരുന്നു. അതായത് കൗരവപ്പടയെ പൂർണ്ണമായും നശിപ്പിച്ച് ഇല്ലാതാക്കി കഴിഞ്ഞ് അന്ന് രാത്രി പാണ്ഡവപ്പട കിടന്നുറങ്ങുമ്പോൾ അവിടെ വന്ന് കഴുത്ത് വെട്ടി ആയിരക്കണക്കിന് ആളുകളെ കൊന്ന അശ്വത്ഥമാവ്. ആ അശ്വത്ഥമാവ് വരാൻ കാര്യം ഇതുപോലൊരു യുദ്ധത്തിൽ പൂർണ്ണമായും ആരെയെങ്കിലും നമ്മൾ നശിപ്പിക്കാൻ പോകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു തീവ്രവാദി ഉണ്ടാവും എന്ന് വ്യാസൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇത് ഏത് യുദ്ധത്തിനുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉന്മൂലനം ചെയ്യാൻ പോകരുത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്തത് അതാണ്. അവരുടെ മുഴുക്കെ അടക്കമുള്ള ഒരു 9 താവളങ്ങൾ നമ്മൾ അടിച്ച് തകർത്തു. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ, പാകിസ്ഥാൻ ജനതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ ആ വാർ അവസാനിപ്പിച്ചു. ഈ ശൈലിയാണ് എപ്പോഴും നല്ലത്. നമ്മൾ പ്രതികാരം തീർത്ത് ആരെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ പോയാൽ അവിടുന്ന് ആയിരക്കണക്കിന് അശ്വത്ഥാമാക്കൾ ഉണർന്നു വരാം. അത് ഒരു ലോക തിയറിയാണ്. അത് ഇറാനിലും ബാധകമാണ്. ഇറാനെ അങ്ങനെ അടിച്ചമർത്തുക അസാധ്യമാണ്. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ശക്തി കൊണ്ട് കുറേ കാര്യങ്ങൾ പിടിച്ചടക്കാൻ കഴിഞ്ഞാലും അവർ ഈ പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ ശ്രമിച്ച് ഒരു സമാധാനത്തിലേക്ക് വരേണ്ട സമയമായി എന്നുള്ളതാണ്. സർ, ഒരു ചോദ്യം കൂടെ. ഇപ്പം നമ്മുടെ ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു അഭ്യൂഹം ഉയരുന്നുണ്ട്. പക്ഷേ ഓരോ വീഡിയോ പുറത്ത് വരുന്നുണ്ട്. അദ്ദേഹം ഒരു ദിവസം കോഫി ഷോപ്പിൽ ഒരു കോഫി കുടിച്ചു നിൽക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടിരുന്നു. പിന്നെ കുറച്ച് ആളുകളോട് സംസാരിക്കുന്നത്. പക്ഷെ അതൊക്കെ തന്നെ ജനറേറ്റഡ് ആണ് എന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് സ്വാഭാവികമാണ്. ചില സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ചില നേതാക്കൾ ചിലപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പക്ഷെ അതിനെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു അഭ്യൂഹമാണ് ഇപ്പോൾ പരക്കുന്നത്. അല്ല, അതൊക്കെ അഭ്യൂഹങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഉൾപ്പെടെയുള്ളവർ അത് അലേർട്ടാവുകയും അത് ലോകത്തിന് മുന്നിൽ വരികയും ഒരു ദിവസമൊക്കെ അത് മൂടി വയ്ക്കാം. അതിൽ കൂടുതൽ അത് മൂടി വയ്ക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലാണ് എന്നുള്ളത് സംശയമില്ല. അദ്ദേഹത്തിനും ഭീഷണിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചാവേറുകളാണ്. ആ ചാവേറുകൾക്ക് എന്തും ചെയ്യാൻ കഴിയും. അത് ചിലരൊക്കെ അറിയാതെയും അറിഞ്ഞുമൊക്കെ ചിലപ്പോൾ ഇസ്രായേലിലേക്ക് എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും കടന്നുകൂടുകയൊക്കെ ചെയ്യാം. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ നമ്മളിപ്പോൾ 2 പേര് തമ്മിൽ ഇടി കൂടുകയാണ്. ആ ഇടി കൂടുന്നത് ആ ഇടിയിൽ നിർത്തിയാൽ കുഴപ്പമില്ല. അതേസമയം കൊങ്ങയ്ക്ക് പിടിച്ച് തിരിച്ച് കൊല്ലാൻ പോകുമ്പോൾ ആ ആൾ ചിലപ്പോൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അയാളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണെന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ കടിച്ച് നമ്മളെ വ്രണപ്പെടുത്തിയെന്ന് വരാം. അല്ലെങ്കിൽ അയാളുടെ ഇല്ലാത്തൊരു ശക്തി ആ സമയത്ത് ഉണർന്നു വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്തെന്ന് വരാം. അതാണ് ഈ ഉന്മൂലനം ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് വ്യക്തിയായാലും സമൂഹമായാലും രാഷ്ട്രമായാലും നമ്മൾ ഉന്മൂലനാശനത്തിന് പോയാൽ അത് തീർച്ചയായിട്ടും വലിയ വിപത്തായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ഇനി വെറും 3 ആഴ്ച മാത്രമാണ് സമയമുള്ളത്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം ചർച്ചകൾക്ക് എന്തായാലും ഇരു രാജ്യങ്ങളും മുതിരുന്നില്ല. ആ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്തായിരിക്കും ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ ഭാവി എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിലും അമേരിക്കയും ആക്രമണം ഉണ്ടെങ്കിലും കൂടി അവർക്കും സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ട്രംപ് ഇത് തുടർന്നു കൊണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്കൻ ജനതയും ഇതിനെ തീർച്ചയായിട്ടും എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയം. അതെ. അപ്പോൾ യുദ്ധം ഇനിയിപ്പോൾ പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്കും കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.